പലപ്പോഴും ഒന്നോ രണ്ടോ പേഷ്യൻസ് അല്ല, ഒരുപാട് പേഷ്യൻസ് ക്ലിനിക്കിൽ വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ സെൻസോഡൈനാണ് സ്ഥിരം ഉപയോഗിക്കുന്നത്. എന്നിട്ടും എൻ്റെ പല്ലിന് ഇങ്ങനെ സംഭവിച്ചു. അപ്പോൾ പലപ്പോഴും പല ആളുകളും ധരിച്ചു വെച്ചിരിക്കുന്നത് സെൻസോഡൈൻ എന്തോ ഭയങ്കരമായിട്ടുള്ള ഗുണം ഉള്ള ഒരു പേസ്റ്റാണ്. അത് ഉപയോഗിച്ചാൽ കുറേ പ്രശ്നങ്ങൾ മാറും. ഇങ്ങനെയാണ് പല ആളുകളുടെയും ധാരണ. ഈ സെൻസോഡൈൻ ഉപയോഗിക്കുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ നമുക്ക് പുളിപ്പില്ലാതാകും പല്ലിൽ. ഈ പുളിപ്പ് എന്ന് പറയുന്നത് ഒരു സംവേദനമാണ്. നമ്മുടെ പല്ലുകൾക്ക് ഒരു പ്രശ്നമുണ്ടെന്ന് സൂചിപ്പിക്കാനായിട്ട് കാണിക്കുന്ന ഒരു സംവേദനമാണ്. ഇപ്പൊ നമുക്കൊരു കയ്യിൽ വേദന ഉണ്ടെങ്കിൽ ആ വേദനയ്ക്ക് ഒരു കാരണം ഉണ്ടാവും. അപ്പൊ ആ കാരണം നമ്മളെ അറിയിക്കുക എന്നുള്ളതാണ് ആ വേദന കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരം. അപ്പൊ അതേപോലെ പല്ലിനൊരു പ്രശ്നം ഉണ്ടെന്നുള്ള കാര്യം നമ്മളെ സൂചിപ്പിക്കുക എന്നുള്ളതാണ് ഈ പുളിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പുളിപ്പിനപ്പുറത്തേക്കും വേദന വരുമ്പോൾ മാത്രം നമ്മൾ തിരിച്ചറിയുക എന്നുള്ള അവസ്ഥയിലേക്ക് സെൻസോഡൈൻ കൊണ്ടുചെന്നെത്തിക്കും. നമുക്ക് തുടക്കത്തിൽ ചെറിയ പ്രശ്നം വരുമ്പോൾ തന്നെ നമ്മൾ അറിയിക്കാൻ ഉണ്ടാകുന്ന ഒരു സെൻസേഷനാണ് ഈ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ പുളിപ്പ്. ഇത് ഈ സെൻസോഡൈൻ ഉപയോഗിച്ച് തേച്ച് നമ്മൾ ഇല്ലാതാക്കി കഴിഞ്ഞാൽ പിന്നീട് അതൊരു വേദന ആകുമ്പോൾ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് സെൻസോഡൈൻ അല്ലെങ്കിൽ ഏതൊരു പുളിപ്പിന്റെ വേസ്റ്റും നമ്മൾ ഉപയോഗിക്കേണ്ടത് ഒരു ഡോക്ടറുടെ അല്ലെങ്കിൽ ഡെന്റിസ്റ്റിന്റെ നിർദ്ദേശപ്രകാരം ഒരു കുറച്ച് കാലത്തേക്കാണ്. സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ അത് പറയാറില്ല. ആ പ്രശ്നത്തിന്റെ കാരണം കണ്ടെത്തി അത് ചികിത്സിക്കുക. ആ പുളിപ്പിന് എന്താണോ കാരണം ആ കാരണം ചികിത്സിക്കുക, അതോടെ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. അപ്പോൾ സെൻസോഡൈൻ ഫാൻസിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അപ്പോൾ അടുത്ത നമ്മുടെ ഒരു വീഡിയോ ടോപ്പിക് എന്ന് പറയുന്നത് ക്രോസ് ബൈറ്റ് എന്താണ്, നിങ്ങളുടെ കുട്ടിക്ക് അത് ഉണ്ടോ?